ഹായ് കുട്ടികളെ, നമ്മൾ ഇന്ന് അടിപൊളി ഒരു കഥയാണ് പറയുന്നത്. നമ്മുടെ കഥയുടെ പേര് സുന്ദരിയും രാക്ഷസനും. അതിമനോഹരമായ ഒരു പട്ടണമാണ് നിങ്ങൾ കണ്ടത്. അവിടെ വളരെ പണക്കാരനായ ഒരു രാജാവുണ്ടായിരുന്നു. രാജാവല്ല, ഒരു വ്യവസായി. ഇതാണ് ആ വ്യവസായി. അയാളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അയാൾ ഒരുപാട് തുണികളും സ്വർണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ വഴി കയറ്റി അയക്കുന്ന വലിയ ആളായിരുന്നു. വളരെ പണക്കാരനുമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അയാളുടെ വീട്ടിലേക്ക് നോക്കാം. അടിപൊളി വീടായിരുന്നു അയാളുടേത്. അതുപോലെ ആ വീട്ടിൽ അയാൾക്ക് 3 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിൽക്കുന്ന ആ പച്ചയും വെള്ളയാണ് അയാളുടെ മൂത്ത 2 പെൺകുട്ടികൾ. കണ്ടോ, ആ 2 പെൺകുട്ടികൾ വളരെ അഹങ്കാരികളായിരുന്നു. അതുപോലെ ഓൾക്ക് ഓല ഡ്രസ്സൊക്കെ നോക്കിയിട്ട് അതിൽ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഓരോന്ന് ദിവസം ദിവസം ഇങ്ങനെ വേറെ വേറെ പുതിയ വില കൂടിയ ഡ്രസ്സ് മാറ്റി മാറ്റിയിടുക. അതുപോലെ ഒരുപാട് ഭയങ്കര വില പിടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടിട്ട് ഇങ്ങനെ സൗന്ദര്യം നോക്കി മണിക്കൂറുകളോളം ഒരു ദിവസം പായാക്കും. എന്നിട്ടോ നല്ല പൈസക്കാരനായ ആളെ കിട്ടാനും ഓലെ വലിയ കൊട്ടാരത്തിൽ പോയി ജീവിക്കണമെന്നും അങ്ങനെയൊക്കെ ആയിരുന്നു ഓല ആഗ്രഹം. മാത്രമല്ല, ഓൾക്ക് ഓല വീട്ടിലുള്ള പണിക്കാരോടൊന്നും ഒരു താല്പര്യമില്ല. ഓല് ഭയങ്കര അഹങ്കാരികളായിരുന്നു. ഓലൊക്കെ ഒരു നല്ല വഴക്ക് പറയും. അപ്പം നിങ്ങൾക്ക് ഓലൊരു സ്വഭാവം പിടികിട്ടില്ലേ. പിന്നെ ഏറ്റവും ഇളയ കുട്ടിനാണ് ഈ കാണുന്നത്. അവൾ മറ്റുള്ളവരെ പോലെയൊന്നും ആയിരുന്നില്ല. മറ്റുപോലെ അപ്പുറത്ത് നിന്നോ കളി കളിക്കുമ്പോൾ ഇവൾ ഓലെ ലൈബ്രറിയിൽ ഇരുന്നെങ്ങാൻ ഒരുപാട് ബുക്ക് വായിക്കും. അതുപോലെ അവരുടെ പൂന്തോട്ടത്തിലിരുന്നെങ്ങാൻ നല്ല പൂക്കളെയൊക്കെ നോക്കി പരിചരിച്ച് നല്ല നിൽക്കുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. നമ്മളിപ്പോൾ നല്ല കുട്ടികൾ പറയില്ലേ, പുസ്തകമൊക്കെ വായിച്ച് എല്ലാവരോടും നല്ലോണം നിൽക്കുന്നത്. അവളുടെ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ടായിരുന്നു, സ്വർണ്ണ നിറമുള്ള തിളക്കം. അവളുടെ ശരീരവും വളരെ അടിപൊളിയായിട്ടുള്ള നിറമുള്ള ശരീരമായിരുന്നു. അവൾക്ക് മറ്റുള്ളവരോട് വളരെ നല്ലൊരു സ്വഭാവമായിരുന്നു അവൾക്ക്. ആ വ്യവസായിക്ക് ഓളെ മൂത്ത മോളെ ഈ ഇളയ മോളെ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാവുമായിരുന്നു. കാരണം അവൾക്ക് നല്ലൊരു സ്വഭാവമൊക്കെ ആണല്ലോ. അവളെ പറ്റിയിട്ട് അയാൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. അയാളുടെ സ്വർണത്തിനും പണത്തിനേക്കാളും ഒക്കെ അയാൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് ആ കുട്ടിയുടെ ഹൃദയമായിരുന്നു, ആ കുട്ടിയുടെ ദയയായിരുന്നു. നമ്മളെല്ലാവരോടും നല്ല ദയയുള്ളവരാവണം. ഓക്കെ, അങ്ങനെ ഇരിക്കെ അയാളുടെ സ്വർണവും അയാളുടെ പാണ്ഡിത്യശാലയും എല്ലാം പെട്ടെന്ന് നശിക്കാൻ കാരണമായി. എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലേക്ക്, അതാണ് അയാളുടെ വീട്, അതാണ് അയാളുടെ കപ്പൽ. ഇടിവെട്ടും മഴയും കൊടുങ്കാറ്റുമൊക്കെ ആ നാട്ടിലേക്ക് വന്നു. എന്നുവെച്ചാൽ ഇയാൾ ഈ സ്വർണവും ധനവും കണ്ടിട്ട് ദേവന്മാർ അയാളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ആർത്തലയ്ക്കുന്ന തിരമാലകളും അങ്ങനെയൊക്കെ സൃഷ്ടിച്ചതായിരുന്നു. അയാൾ വളരെയധികം പണിപ്പെട്ടു. അയാൾ പേടിച്ചു പോയി. കണ്ടോ, പേടിച്ചിരിക്കുന്ന അയാൾ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ കപ്പലിൽ അയാൾ അയച്ച സ്വർണവും എല്ലാം വലിയ തിരമാല പോലെ കൂടി വന്ന് കപ്പൽ കടലിൽ മുങ്ങിപ്പോയി. അങ്ങനെ അയാളുടെ സ്വർണവും പണങ്ങളും ഒക്കെ എന്താവുകയാണ്, നമ്മുടെ കപ്പലിൻ്റെ അടിയിലേക്ക് പോയി. കപ്പിത്താന്മാരൊക്കെ ആഞ്ഞ് ശ്രമിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. കണ്ടോ, സിൽക്കും സ്വർണ്ണക്കട്ടികളെല്ലാം കടലിൻ്റെ ആഴത്തിലേക്ക് വീണു. അയാൾ എന്താവുകയാണ്, ഒരു ദരിദ്രനായി മാറുകയാണ്. കാരണം അങ്ങനെ ഈ വാർത്ത എന്താവുകയാണ്, ആ രാജ്യത്ത് മുഴുവൻ എത്തുകയാണ്. അങ്ങനെ എല്ലാവരും ഈ വാർത്ത അറിഞ്ഞു. എന്നുവെച്ചാൽ ഇവർ ഇവരെ പൈസ ഒക്കെ നഷ്ടപ്പെട്ടു എന്ന്. അതുകൊണ്ട് തന്നെ അയാളെപ്പരം പണ്ട് നല്ലോണം നിന്ന അയാളുടെ കൂട്ടുകാരെല്ലാം അയാൾ ഉപദ്രവിക്കാനും പുറത്തേക്ക് വാ, ഞങ്ങളെ പൈസയോ ഒക്കെ താന്ന് പറഞ്ഞിട്ട് അയാളെ വളരെയധികം ഇതാക്കിയിട്ട് അയാളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഓക്കെ, അയാളുടെ കുതിര, കപ്പൽ എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോയി. ഇവർ വളരെ ദരിദ്രരായി മാറി. ഓക്കെ, അന്നപ്പോൾ ഈ 2 പെൺകുട്ടികളും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഞങ്ങൾക്കൊന്നുമില്ലോ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ നിലവിളിക്കുകയാണ്. അങ്ങനെ ഈ 3 മക്കളും ഇയാളും ആ വീടും നാടൊക്കെ ഉപേക്ഷിച്ച്, അവരെ പൈസയൊന്നും ഇല്ലല്ലോ, കാട്ടിലുള്ള ഒരു പഴയ കുടിൽ കണ്ടോ, ആ കുടിലിൽ പോയിങ്ങാൻ അവിടെ ജീവിക്കുകയാണ്. കാട്ടിൽ ജീവിക്കാൻ ആരും അനുവാദം വേണ്ടല്ലോ. അങ്ങനത്തെ അവിടെ വീടും അവിടുത്തെ ഒക്കെ കണ്ടില്ലേ, അവിടുത്തെ മണ്ണൊക്കെ വളരെ ഹാർഡായിട്ടുള്ള മണ്ണാണ്. എന്ന് വെച്ചാൽ ഒരു പണിയെടുക്കാത്ത. അങ്ങനെ അയാൾ അതിൽ നിന്ന് പണിയെടുക്കുകയാണ്. അയാളുടെ കൈയൊക്കെ കണ്ടോ, പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് അയാൾ അവിടെ കുറച്ചൊക്കെ ഫുഡൊക്കെ കഴിക്കണ്ടേ, അങ്ങനെ ചെയ്യാണ്. അവരുടെ 2 പെൺകുട്ടികളാണെങ്കിലോ അങ്ങനെ വിഷമിച്ചിരിക്കുക. ഈ ഇളയ കുട്ടി ആരോടൊന്നും പറയാണ്ട് സ്വന്തമായിട്ട് വസ്ത്രം നൂൽക്കുകയും അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ്. അവൾക്ക് എന്നാലും വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും വന്നില്ല. അവൾ ആ കാട്ടിലൊരു നല്ലൊരിതുപോലെ ആയി.
ഇവരുടെ ഇടയിൽ അവളായിരുന്നു ഒരു ആശ്വാസം. മറ്റേ മക്കൾ ഇങ്ങനെ എപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കും. ഓൽക്കും പണിയെടുക്കേണ്ടതൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കറുത്ത കുതിരയിൽ ഒരാൾ വന്നിട്ട് അയാളോട് വിളിച്ച് പറയാണ്, ഹേയ് മനുഷ്യ, നിങ്ങളുടെ കപ്പലുമെല്ലാം നമ്മുടെ കടലിൻ്റെ തീരത്ത് അടഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ പോയി നോക്കിയെന്നും പറഞ്ഞൊരു കത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അയാളുമേ കടലിൽ മുങ്ങിപ്പോയ കപ്പൽ പുറത്തേക്ക് വന്നു. അയാൾ പെട്ടെന്ന് തന്നെ ഈ കടൽ തീരത്തേക്ക് പോവുകയാണ്. അപ്പം അയാളോട് മക്കൾ പറയാം, അച്ഛാ എല്ലാം കിട്ടിയല്ലോ, എല്ലാ സ്വർണ്ണമൊക്കെ കിട്ടിയല്ലോ, ഞങ്ങൾക്ക് അതും ഇതും എല്ലാം വേണം, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചില്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ചെറിയ കുട്ടീനോട് ചോദിച്ചപ്പോൾ അവൾ പറയാം, അച്ഛൻ എനിക്കൊന്നും വേണ്ട, അച്ഛൻ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ചെറിയ പൂവ് അഥവാ ഒരു റോസാപ്പൂവ് കൊണ്ട് തന്നാൽ മതിയെന്ന് അവൾ പറയാണ്. അയാളെന്നപ്പോൾ എൻ്റെ മൂക്കിതൊന്നും വേണ്ടല്ലോ. അയാൾ ഭയങ്കര സന്തോഷിക്കുകയാണ്. കാരണം അങ്ങനല്ല, നമ്മൾ മക്കൾക്കൊരു അഹങ്കാരമൊന്നും ഇല്ലാണ്ടിരിക്കുമ്പം ഉപ്പമാർക്കും. അങ്ങനെ അയാൾ കടലിലേക്ക് പോവുകയാണ്. അങ്ങനെ കടലിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം അയാളെല്ലാം കിട്ടാൻ പോവുകയാണല്ലോ. പക്ഷെ അന്നപ്പോൾ അത് അയാളാരോ പറ്റിച്ചതായിരുന്നു. കാരണം അടിഞ്ഞ് ഒന്നും ദ്രവിച്ചൊരു കപ്പലാണ് അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്, കടലിൽ കാണാൻ കഴിയുന്നത്. അന്നപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ കൂട്ടുകാരും ഒക്കെ വന്നപ്പോഴേക്കും അയാൾ കപ്പലിലുള്ള എല്ലാം എടുത്തു പോയി. അതാണ് അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടുകാരെല്ലാം എടുത്ത് നിൽക്കുന്നത് കാണുന്നത്. പറ്റിച്ചതല്ല, കിട്ടിയിട്ടുണ്ടായിരുന്നു സാധനം, പക്ഷേ ആൾക്കാരെല്ലാവരും എടുത്തു പോയി. അങ്ങനെ അയാളുടെ കുതിരനെയും കൊണ്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. പക്ഷേ ഒന്നും കിട്ടിയില്ലല്ലോ, മക്കൾക്കൊന്നും കൊടുക്കാനും ആയില്ല. അയാൾ വളരെ വിഷമിച്ചു. അങ്ങനെ വരുന്ന വഴി ഭയങ്കരമായ മഞ്ഞ്. എന്താണ് ഇത്ര മഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങോട്ട് പോയപ്പോൾ അല്ലായിരുന്നു, പക്ഷേ വരുന്ന സമയത്ത് അവിടെ ശീതകാലം, നല്ല തണുപ്പ് കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര മഞ്ഞുള്ള സമയമാവുകയാണ്. ഓക്കെ, അങ്ങനെ അയാൾ വളരെ ക്ഷീണിക്കുകയാണ്. അങ്ങനെ അയാളൊക്കെ എങ്ങനെയോ വീട്ടിലെത്തണമല്ലോ വിചാരിച്ച് അയാൾ എങ്ങനെയോ മെല്ലെ മെല്ലെ നടന്ന് എങ്ങനെയോ എത്തുമ്പോൾ ഒരു സ്വർണ്ണ കളറുള്ള വെളിച്ചം അയാൾ കാണുകയാണ്. കണ്ട സന്തോഷത്തിൽ അയാൾ അവിടേക്കും എല്ലാം അയാൾ ആ കുതിരനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി അയാൾ ആ ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് നമ്മുടെ തണുപ്പൊന്നും തീരെ ബാധിച്ചിട്ടില്ല. നല്ല പച്ചപ്പുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ആപ്പിളുകളും ഓറഞ്ചുകളും എല്ലാം മരത്തുമ്മലുണ്ട്. എന്നുവെച്ചാൽ അവിടെയുള്ള ആ സ്ഥലത്തെ നോക്കിയാൽ ഇങ്ങനെ ഒരു തണുപ്പൊന്നും ഉള്ളൊരു സ്ഥലമാണെന്നൊന്നും പറയാനേ തോന്നില്ല. അതിന് നല്ലൊരു സ്ഥലം. അങ്ങനെ അയാൾ അവിടുന്ന് മുന്നോട്ട് നടന്നപ്പോൾ സ്വർണത്തിൻ്റെ സൂര്യനൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന നല്ലൊരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് അയാൾ എത്തി. അതിൻ്റെ ഉള്ളിലോ അയാൾക്ക് വേണ്ടി നല്ല ഭക്ഷണം, ഒരു രാജകീയമായിട്ടുള്ള വിരുന്ന് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അയാൾ വിളിച്ച് ചോദിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നമ്മളെ അറിയാത്തൊരു പുരയിൽ പോയി ഫുഡൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. പക്ഷേ അയാൾ എന്ത് ചെയ്യാണ്, ആരെയും കേട്ടില്ല. അങ്ങനെ അയാൾ ആ സിൽക്കിൻ്റെ മെത്തയിൽ, രാത്രിയായി ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സിൽക്കിൻ്റെ മെത്തയിൽ ഉറങ്ങുകയാണ്. അങ്ങനെ അയാളുടെ മക്കളൊക്കെ ഉറക്കത്ത് കാണുന്നുണ്ട്. പിന്നെ സ്വപ്നം കണ്ട് പിറ്റേന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് അയാൾ ഭയങ്കരമായിട്ടൊരു രാജാവിനെ പോലെയാണ് അവിടെ അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവിടെ വേറെ ആരുമില്ല, അയാൾ തന്നെ ഒരു രാജാവായതുപോലെ അയാൾക്ക് ഫീൽ ചെയ്യാണ്. അന്നപ്പോൾ അയാൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ദൈവം എനിക്ക് തന്ന ഒരു സൗഭാഗ്യമാണെന്ന്. നോക്കുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് നല്ല ഡ്രസ്സും നല്ല രാവിലത്തെ ഫുഡൊക്കെ ആ മേശമ്മൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരാന്നൊന്നും അയാൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ ആരുമില്ല. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അയാൾ പുറത്തേക്ക് പോവുകയാണ് ആ കൊട്ടാരം കഴിഞ്ഞിങ്ങാൻ. അങ്ങനെ അയാൾ ഭയങ്കര സന്തോഷത്തോടെ അയാളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോഴാണ് അയാൾ വേറെ ഒരു പൂന്തോട്ടം പോലുള്ള ആ കൊട്ടാരത്തിനോട് ചേർന്നിട്ട് വേറൊരു സ്ഥലത്തെത്തുന്നത്. അവിടെയാണെങ്കിലോ അത്രക്കും നല്ല ഭംഗിയുള്ള പൂക്കളും സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളും ഒരുപാട് തരത്തിലുള്ള പൂക്കളോണ്ടൊക്കെ അലങ്കരിച്ച് അടിപൊളി സ്ഥലത്താണ് അയാൾ എത്തുന്നത്. അങ്ങനെ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. മാർബിളിനെ കൊണ്ടുള്ള തൂണുകളും നല്ല പൂക്കളുടെ അതിമനോഹരമായ സുഗന്ധമൊക്കെ ഉള്ള സ്ഥലം. അന്നപ്പാണ് അയാളുടെ ഏറ്റവും ഇളയ മോളില്ലേ, അവളെ പേര് ബ്യൂട്ടി എന്നാണ് കേട്ടോ. ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് ആണല്ലോ നമ്മുടെ കഥയുടെ പേര്. അങ്ങനെ ബ്യൂട്ടി ചോദിച്ച ഫ്ലവർ അയാൾക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെ അയാൾ എന്തായാണ് അതിൽ നിന്ന് ഒരു പൂ പറിക്കണം എന്നുണ്ട്. പക്ഷേ അറിയാത്ത അയാളുടെ പുരയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അയാൾക്ക് പൂ പറിക്കാൻ തോന്നിയില്ല. പക്ഷേ അയാൾ ആ പൂ പറിച്ചു. കാരണം ഒരു പൂവല്ലേ, വിളിച്ചിട്ടൊന്നും ആരെയും കേട്ടതുമില്ല. പക്ഷേ ആ പൂ വളരെ മനോഹരമായിരുന്നു. പെട്ടെന്ന് തന്നെ
അവിടുത്തെ സൗണ്ടും എല്ലാം മാറി 1000 ഇടിമിന്നൽ ഒന്നിച്ച് താഴോട്ട് വരുന്നോന്നുള്ളൊരു പ്രതിനിധി അവിടെ ഉണ്ടായി. അയാൾ വളരെ പേടിച്ചു. ആ പൂന്തോട്ടത്തിൽ നിന്ന് വളരെ ഒരു പൈശാചികമായിട്ടുള്ള സൗണ്ടൊക്കെ വരുന്നതുകൊണ്ട് അയാൾക്ക് തോന്നി. പെട്ടെന്ന് തന്നെ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ കാളക്കൂറ്റൻ്റെ കൊമ്പും സിംഹത്തിൻ്റെ മുഖവും ഒക്കെയുള്ള തലയ്ക്കുന്ന ഒരു വലിയ മൃഗം വളരെ സൗണ്ട് ഉണ്ടാക്കി കത്തി ജ്വലിക്കുന്ന കണ്ണുകളോട് അയാളോട് പറഞ്ഞു, എടാ, നിന്നെ ഞാൻ ഊട്ടി, നിനക്ക് വേണ്ട ഫുഡും എല്ലാം ഞാൻ തന്നു, എന്നിട്ട് നീ എൻ്റെ കൊട്ടാരത്തിലുള്ള പൂ പറിച്ച് മോഷ്ടിച്ചതാണോ? നിനക്കിനി മരണമാണ് ഇതിനുള്ള പ്രതിഫലം, നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ് അയാൾ. അന്നപ്പം അയാൾ മറ്റേ നമ്മുടെ ചേട്ടനുണ്ടല്ലോ വ്യവസായി, അയാൾ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ ഈ പൂവ് മാത്രമാണ് എടുത്തത്, അതും എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൂവെടുത്തത്, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല എന്ന് പറയാണ്. അപ്പം അയാൾ പറഞ്ഞു, എന്നാൽ നീ ചെല്ല്, നിൻ്റെ കുട്ടിയെയും കൊണ്ടിങ്ങോട്ട് വാ, അങ്ങനെ ഒരു 3 മാസ സമയം ഞാൻ നിനക്ക് തരാം, 3 മാസത്തിൻ്റെ ഉള്ളിൽ കുട്ടീനെ അവിടെ എത്തിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലും, ഇപ്പം പോയിക്കോ എന്നും പറഞ്ഞാൽ അയാൾ വളരെ ഞെട്ടിപ്പോയി ഗായ്സ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്ത്. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയുമായി നമ്മുടെ അച്ഛന്. അങ്ങനെ അച്ഛൻ വളരെ വിഷമിച്ചു. അങ്ങനെ കൊട്ടാരത്തിലെത്തുന്ന സമയത്ത് അയാൾ വളരെയധികം വിഷമിച്ചു. അങ്ങനെ അയാൾക്ക് ഇതൊക്കെ മക്കളോട് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ വേഗം അവിടെ നിന്ന് പോവുക. 3 മാസത്തിൻ്റെ ഉള്ളിൽ ആടെ എത്തി അങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെ അയാളാണ് മരിക്കുക. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി, അയാളുടെ പുരയിലെത്തി. അങ്ങനെ ഈ ഫ്ലവർ അവളുടെ മോക്ക് അദ്ദേഹം കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നടന്ന കഥകളും ഒക്കെ അവളോട് പറയുകയാണ്. അപ്പോൾ അവൾ നല്ലോണം വിഷമിച്ച് എന്നിട്ട് അന്നപ്പോൾ ആ 2 ആളുകൾ അയാളിങ്ങനെ ചെയ്ത ആ മൃഗത്തിനെ പറ്റിയിട്ടൊക്കെ അവർ പറയുമ്പോൾ ആ 2 പെൺകുട്ടികളൊക്കെ ഇവളെ കുറ്റം പറഞ്ഞു, നീ കാരണമാണ്, നീ ഈ പൂവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് അച്ഛനിങ്ങനെ എൻ്റെ ഗതി വന്നത്, ഞങ്ങൾക്ക് മരിക്കാനാവില്ല. അങ്ങനെ അയാളും ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. അന്നപ്പം ഈ കുട്ടികളൊക്കെ ഞങ്ങൾക്ക് മരിക്കണ്ടോ അങ്ങനെയൊക്കെ പറയും. അന്നപ്പം ഇവളെന്നെ പറയും, നമ്മുടെ ബ്യൂട്ടി പറയും, വേണ്ട, ആരും വിഷമിക്കേണ്ട, അയാളുടെ അടുത്തേക്ക് ഞാൻ പോയിക്കൊള്ളാം, എൻ്റെ ജീവിതം ഞാൻ അവിടെ തീർത്തോളാം, നിങ്ങളാരും വിഷമിക്കേണ്ട, ഞാൻ അയാളുടെ ഒപ്പം പോയിക്കൊള്ളാം എന്ന് പറയും. അന്നപ്പോഴും ആ അച്ഛന് വളരെയധികം വിഷമം വരും. എൻ്റെ മോളെ ഇനി അവിടെ എങ്ങനെ ജീവിക്കുമോ ആ മൃഗത്തിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് സാരല്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞു കാരണം അവളുടെ വിധിയാണ് അവൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ ദിവസം വരികയാണ്. അവൾ എന്ത് ചെയ്യാണ്, അന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ ആരോടൊരു കുറ്റം പറയാണ്ട് അവിടുത്തെ ജോലിയൊക്കെ ചെയ്തിട്ട് അവളുടെ അച്ഛനും അനിയത്തിമാർക്കും ഒക്കെ തിന്നാനൊക്കെ ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഉടുപ്പൊക്കെ അവൾ നെയ്തിട്ടാണ് വിലയിടുന്നത്. ഉടുപ്പൊക്കെ 2-3 ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പോകാൻ നേരത്തെ വെൽക്ക് ഭയങ്കര സന്തോഷം, അവൾ പോയി കിട്ടുകയാണല്ലോ. അങ്ങനെ അവൾ പോകാൻ നേരത്തെ ഒന്നും കണ്ണീര് വരായിട്ട് സവാള കണ്ണിൽ വെച്ചാൽ കണ്ണീര് വരുമല്ലോ, അങ്ങനെ കണ്ണീര് വരുത്തിയിട്ട് അവളോട് പറയാം, നീ പോവല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്, പോവല്ലേ എന്നൊക്കെ അവളോട് പറയും. എന്നിട്ട് അയാൾ യാത്രയാക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഈ കുട്ടിയും അച്ഛനും കൂടെ വളരെ വിഷമത്തോടെ പോവുകയാണ് അവരുടെ നാട്ടിൽ നിന്ന് ഇതിൻ്റെ അടുത്തേക്ക്, മൃഗത്തിൻ്റെ അടുത്തേക്ക് അവരിങ്ങനെ പോയി 3 മാസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തണമല്ലോ. അവൾ അച്ഛനോട് പറയും, അച്ഛാ വിഷമിക്കണ്ട, എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ആ കൊട്ടാരത്തിലെത്തുകയാണ്. ആ കൊട്ടാരത്തിലെത്തിയ സമയത്ത് അവളെന്നെ അതിശയിക്കുകയാണ്. കാരണം ആ കൊട്ടാരം അവളെ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നി. അതുപോലെ അവൾക്കും അച്ഛനും കഴിക്കാൻ നീണ്ട നിരയിലുള്ള ഒരു വലിയ പ്രഭാത ഭക്ഷണമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ മൃഗം ചെയ്യുന്നതാണ്. പക്ഷേ അവർക്കത് കഴിക്കാൻ തോന്നുന്നില്ല, കാരണം അവർ അത്രയും വിഷമത്തിലാണ്, കാരണം ഇവർ വിട്ടുപിരിയാൻ പോവുകയാണല്ലോ. അങ്ങനെ ആ മൃഗം അതാ വന്നിട്ടുണ്ട്. ആ മൃഗം അവരോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, നീ ഇവിടുത്തെ രാജകുമാരിയെ പോലെ നിന്നോ, നീ നിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ വന്നാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വന്നത് എന്ന്. അങ്ങനെയാണ്, നീ ഇവിടെ നിന്നോ, അച്ഛൻ പോയിക്കൊള്ളട്ടെ. അങ്ങനെ അയാൾ പറയാണ്, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്നൊക്കെ ആ മൃഗം പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യാണ്, മോളാടാക്കി പുറത്തേക്ക് പോവുകയാണ്. അവൾക്ക് വളരെ വിഷമം തോന്നി. അവൾ
എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വേറെ ആരുമില്ലല്ലോ ആ കൊട്ടാരത്തിൽ. അങ്ങനെ അവൾക്ക് പേടി തോന്നും. അങ്ങനെ അവൾ അതിലൂടെ നടന്ന സമയത്ത് ഒരു മുറിൻ്റെ മുന്നിൽ ബ്യൂട്ടീസ് അപ്പാർട്ട്മെൻറ്റ്, ബ്യൂട്ടിയുടെ മുറി എന്നുള്ള ഒരു ബോർഡ് കാണുകയാണ്. ആ മനോഹരമായ വാതിൽ തുറന്നുകാൻ അവൾ അങ്ങോട്ട് നോക്കിയ സമയത്ത് അവൾക്ക് അതിശയപ്പെട്ടു പോയി. കാരണം ഒരു വലിയൊരു ഹോള്, ആ ഹോള് മുഴുവനും, അവൾ പുസ്തകം വായിക്കുന്ന കുട്ടിയാണല്ലോ, ഒരുപാട് പുസ്തകങ്ങൾ. അവൾ അതിശയപ്പെട്ടു പോയി. നടുവിലൊരു പിയാനോയും ഉണ്ടായിരുന്നു. അവൾക്ക് പിയാനോ വായിക്കുകയും ചെയ്യുക, പുസ്തകം വായിക്കുകയും ചെയ്യുക. ആ ഒരു പുസ്തകം മറിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് ബ്യൂട്ടിയുടെ അപ്പാർട്ട്മെൻറ്റാണ്, അവൾ ഇവിടെ ഒരു രാജ്ഞിയെ പോലെ ജീവിക്കണം, അവളാണ് ഇവിടുത്തെ രാജ്ഞിന്ന്. ഓക്കെ. അങ്ങനെ ആ റൂമിൽ നിന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഉള്ളൊരു കണ്ണാടി അവൾ നോക്കിയ സമയത്ത് അവൾക്ക് എന്താവാണ്, അവളുടെ ഡ്രസ്സൊക്കെ മാറി അവളുടേത് നല്ല രാജ്ഞിയുടെ ഡ്രസ്സായി. അവിടെ ഒരു റാണിയെപ്പോലെ അവൾ മാറി അവിടെ. അങ്ങനെ അവർ രണ്ടാളും ഫുഡ് കഴിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ മൃഗം അവളോട് പറഞ്ഞു, നിനക്ക് എന്നെ കണ്ടിട്ട് പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ പേടിക്കില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അന്നപ്പോൾ മൃഗം പറഞ്ഞു, വേണ്ട, എനിക്കറിയാം, ഈ വിരൂപനായ എൻ്റെ മുഖം കണ്ട എല്ലാവർക്കും പേടിയാവുമെന്ന് എനിക്കറിയാമെന്ന്. അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് അവർ നന്നായി, എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ദിവസമായി അതൊരു പാവം മൃഗം പോലെ ആക്ട് ചെയ്തു. അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവളും അയാളും നല്ല വൃത്തിയിൽ അവിടെ ജീവിക്കുകയാണ്. അവിടെ ഉള്ളൊരു മുത്ത് വെച്ചൊരു കണ്ണാടി കണ്ടോ, ആ കണ്ണാടി കൂടെ അവൾ തൊട്ട് അവളെ നോക്കുന്ന സമയത്ത് അവൾക്ക് നോക്കുമ്പം അവളുടെ വീട്ടിലുള്ള അച്ഛനെയും സഹോദരന്മാരെയും ഒക്കെ അവൾക്ക് കാണാം. അങ്ങനെ ആ മൈലുകളോളം വിറയ്ക്കുന്ന കൈകളോടെ അയാൾ അവളോട് പറയാണ്, രാത്രി ഫുഡൊക്കെ കഴിക്കുമ്പോൾ, ഞാൻ ഭയങ്കര എന്താ പറയുക, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, നിനക്ക് എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടാവില്ലേന്ന്. അങ്ങനെ അയാളുടെ അപ്പുറത്തിരിക്കുന്ന പ്ലേറ്റ് എടുത്തിട്ട് നോക്കിയിട്ട് ആ പ്ലേറ്റിൽ നോക്കിയിട്ട് പറയാണ്, എന്നാലും ഈ വികൃതമായ രൂപം കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്ന്. അങ്ങനെ പിന്നെയൊക്കെ അവരുടെ ലൈബ്രറിയിൽ ഇരിക്കാനും അവൾ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ അയാളത് കേട്ട് ഭയങ്കര സന്തോഷത്തോടെ അവർ കഴിഞ്ഞു. നക്ഷത്രത്തെക്കുറിച്ചൊക്കെ നിനക്ക് നന്നായി അറിവുണ്ടല്ലോ, അവൾ ആ മൃഗത്തോട് ചോദിച്ചു. അവൾ അവനെ മൃഗമേ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ അവിടെ കഴിയാണ്. അങ്ങനെ ഒരു നാൾ രാത്രി 12 മണിയായി. കൊട്ടാരത്തിലെ അന്തരീക്ഷം എന്താവുകയാണ്, ഭാരമേറിയതാവും 12 മണിയാകുമ്പോൾ. അങ്ങനെ അയാൾ എന്തായും കൊട്ടാരത്തിൽ നിന്ന് ഉറങ്ങാൻ വേണ്ടി പോവും. അങ്ങനെ ഒരു നാൾ അയാളോട് ചോദിച്ചു, ഏയ് രാജകുട്ടി, നിനക്ക് എന്നെ വിവാഹം ചെയ്യാൻ കഴിയും? അപ്പോൾ അവൾ വിഷമത്തോടെ മറുപടി പറഞ്ഞു, എനിക്ക് അതിന് കഴിയില്ല എന്ന്. അങ്ങനെ അവൾ ഓടിങ്ങാൻ, അവൾക്ക് വളരെ വിഷമമായല്ലോ. അങ്ങനെ അവൾ ഓടി അവളുടെ കണ്ണാടിയിൽ നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് അവളുടെ അച്ഛനെയാണ് അവൾക്ക് കാണാൻ കഴിയുന്നത്. അവളുടെ അച്ഛൻ മരണശയ്യയിൽ കിടക്കുന്ന ഒരു കാഴ്ച അവൾക്ക് കാണാൻ കഴിഞ്ഞു. മകളെ നീ എവിടെയാണ്, നീ മരിച്ചോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വളരെ വിഷമമായി. അവൾ ഒരുപാട് നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ നിലവിളിച്ച് ഞങ്ങൾ ആ റൂം തുറന്നപ്പോൾ മൃഗം കാണുന്നത് ഇവളിങ്ങനെ നിലത്ത് ഇങ്ങനെ ഇരുന്ന് നിലവിളിക്കുന്നതാണ്. അങ്ങനെ അവൾ ചോദിച്ചപ്പോൾ അവളോട് മൃഗം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അച്ഛനിങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്, ഞാൻ മരിച്ചു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു വട്ടം എങ്കിലും എൻ്റെ അച്ഛനെ പോയി ഒന്ന് കണ്ടിട്ട് ഞാൻ വേഗം മടങ്ങി വരാം, അതിനി അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞു മൃഗത്തിനോട്. അന്നപ്പം മൃഗം അവളോട് പറഞ്ഞു, നീ പോയാൽ ഞാൻ മരിക്കും, ഇതിൻ്റെ പിന്നിലുള്ള സത്യം നിനക്കറിയില്ല, എന്നാലും നിനക്ക് നിൻ്റെ അച്ഛനല്ലേ വലുത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് ഒരു മോതിരം തരാം, ഇത് നീ കയ്യിൽ സൂക്ഷിക്കണം, പിന്നെ നീ മടങ്ങി വരാതിരുന്നാൽ ആ നമ്മുടെ മൈതാനത്ത്, അഥവാ നമ്മുടെ പൂക്കളൊക്കെ ഉള്ള ഇതില്ലേ, പൂന്തോട്ടം, അവിടെ ഞാൻ മരിച്ചു കിടക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. നീ വന്നില്ലെങ്കിൽ 7 ദിവസമാണെന്ന് തോന്നുന്നു സമയം കൊടുത്തത്. 7 ദിവസത്തെ സമയത്തും കൊടുത്തു. എന്നിട്ട് ഈ
സ്വർണ്ണമോതിരമൊക്കെ കൊടുത്തു. അങ്ങനെ അവൾ രാത്രി കിടക്കുന്ന സമയത്ത് ഈ സ്വർണ്ണമോതിരം തിരുമ്പിക്കൊണ്ട് അവളുടെ അച്ഛനെ വിളിക്കുകയോ അവളുടെ ആ വീട് ആലോചിക്കുകയൊക്കെ ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ അതൊരു മാന്ത്രിക മോതിരമായിരുന്നല്ലോ. അവളെയും കൊണ്ട് ആ മോതിരം എന്ത് ചെയ്യാണ്, ഒരു മായാജാലം പോലെ അവളുടെ വീട്ടിലെത്താണ് അവൾ. ഓക്കെ, അങ്ങനെ അവളുടെ വീട്ടിൽ കിടക്കുന്നത് പോലാണ്. പിന്നെ അവൾക്ക് മാന്ത്രിക മോതിരമാണല്ലോ, അത് അവളുടെ വീട്ടിലെത്തിച്ചു, പഴയ വീട്ടിൽ. അങ്ങനെ അവൾ അവിടെ നിന്ന് എണീറ്റു രാവിലെ ആയപ്പോൾ. എന്നിട്ട് അവളുടെ അച്ഛനെ അവൾ നോക്കി. അയാൾ വളരെ സന്തോഷിച്ചു. എൻ്റെ മോളെ ഇനി വന്നല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അവളുടെ രാജ്ഞിയുടെ കുപ്പായമൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അവളിട്ടത് സിൽക്കിൻ്റെ കുപ്പായമായിരുന്നു. അങ്ങനെ അവൾക്ക് നല്ലൊരു സ്ഥലവും സൗഭാഗ്യമാണല്ലോ കിട്ടിയത് എന്ന് ആലോചിച്ചപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. എന്നാൽ അവളുടെ 2 ചേച്ചിമാരുണ്ടല്ലോ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അവളെ കണ്ടോ, നമ്മൾ ഈ മണ്ണിലാണ് ജീവിക്കുന്നത്, അവൾക്കാണെങ്കിലോ ഇങ്ങനെ ഭയങ്കര ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയില്ലേ, ഒരിക്കലും അവളെ പോവാൻ അനുവദിക്കരുത്, 7 ദിവസത്തിലധികം അവൾ പോകാണ്ടിരുന്നാൽ ആ മൃഗം മരിച്ചു വീഴല്ലോ, അതുകൊണ്ട് തന്നെ അവളെ പോവാൻ അനുവദിക്കരുത് എന്നൊക്കെ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ അവൾ പോകാനുള്ള ദിവസമായപ്പം അവർ കള്ളസ്നേഹം നടിച്ചുകൊണ്ട് അനിയത്തി നീ പോവരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പോവാൻ അനുവദിക്കാതെ നിന്നു. നീ പോവരുതേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ അനിയത്തിമാരുടെ ഈ കള്ളത്തരം അവൾക്ക് മനസ്സിലായില്ല. അവൾ വളരെയധികം അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവളെ പോവാൻ അനുവദിച്ചില്ല. അവൾ അവരുടെ കൂടെ തന്നെ നിന്നു. അവൾ പറഞ്ഞ സമയത്ത് പോയില്ല. എന്നാൽ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ മൃഗത്തിന് ഓർമ്മ വരും, എൻ്റെ മൃഗമേ ഞാൻ പോവാൻ അനുവദിച്ചില്ലല്ലോ, പോവില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം രാത്രി അവളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ നമ്മുടെ ആ പൂക്കളില്ലേ, അല്ല ആ വൃന്ദാവനം എന്നാണ് നമ്മൾ പൂന്തോട്ടത്തിന് പറയുക. അവിടെ ആ മൃഗം, നീ വന്നില്ലല്ലോ, ഞാനിതാ മരിക്കാൻ പോവുകയാണ്, മരിച്ചു കിടക്കുകയാണ്, നീ വന്നില്ലല്ലോ, എനിക്ക് എന്നാലും നിൻ്റെ അച്ഛനെ ആ വലുത് എന്നൊക്കെ കാണുമ്പോൾ അവൾ ഞെട്ടി എണീറ്റ്, ഞാൻ എന്ത് ക്രൂരയാണ്, ഞാൻ ആ മൃഗത്തോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ച് അവൾ ആ മൃഗത്തിനെ ആ മോതിരത്തിൽ ഇങ്ങനെ ഉരുമ്മും. എന്നിട്ട് അവൾക്ക് ഉറക്കമൊന്നും വരില്ല. അങ്ങനെ അവൾ തുരുമ്പി ആ മൃഗത്തിനെ ആലോചിക്കുന്ന സമയത്ത് ആ മോതിരം അവളെയും കൊണ്ട് എന്ത് ചെയ്യാണ്, ആ മൃഗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്ന് വെച്ചാൽ മോതിരം മാന്ത്രിക മോതിരമാണ്. അങ്ങനെ അപ്പോൾ അവൾ എവിടെ എത്തി, കൊട്ടാരത്തിലെത്തി. അങ്ങനെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ആ കൊട്ടാരം കണ്ട് അവൾ പേടിക്കുകയാണ്. കാരണം അവിടെ പണ്ടത്തെ മെഴുകുതിരി കത്തിക്കലും സ്വർണ്ണ കളറും വെളിച്ചവും ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല, ആരും ജീവിക്കാത്തൊരു സ്ഥലം പോലെ ആ കൊട്ടാരം മാറി. അവളുടെ റൂമും എല്ലാം പോയി നോക്കി, അവിടെയും ഒന്നും. അങ്ങനെ അവളുടെ ഇതിൻ്റെ അടുത്തേക്ക് ഓടുന്ന സമയത്ത് ആ മുള്ളും ഒക്കെ കൊണ്ട് അവളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോവും. മൃഗമേ നീ എവിടെയാണ് അവൾ ഓടി. അങ്ങനെ അവൾക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെ അവൾ ഓടി, അവൾക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെ അവളുടെ ലൈബ്രറിയിൽ പോയപ്പോൾ അവിടെയൊക്കെ എന്തോ ആയി കിടക്കുന്നു. അവളുടെ ഫുഡ് കഴിക്കുന്ന പാത്രത്തിലൊന്നുമില്ല, പൂവുകളെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. പൂന്തോട്ടത്തിൽ പോയി നോക്കുമ്പോൾ അവളുടെ ആ മൃഗം അവിടെ മരിച്ചതുപോലെ കിടക്കുന്നു, വളരെ ക്ഷീണിച്ച് മരിച്ചു പോയിട്ടുണ്ട്. തണുത്തുറഞ്ഞ ആ ശരീരത്തെ നോക്കിയിട്ട് അവൾ വിഷമിച്ച് കരഞ്ഞു പറഞ്ഞു, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, ഞാൻ നീ പറഞ്ഞതൊന്നും കേട്ടില്ല, നീ എനിക്ക് പുറത്തു തരണേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരം അവൾ കരഞ്ഞു. എന്നിട്ട് അവൾ ആ മൃഗത്തെ ഒന്ന് ഉമ്മ വെച്ചു അതിൻ്റെ നെറ്റിത്തടത്തിൽ. അപ്പം പെട്ടെന്ന് അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ടായി. അങ്ങനെ ആ പൂന്തോട്ടം പഴയതുപോലെ ആവുകയും 1000 സൂര്യന്മാരുടെ 1000 സൂര്യന്മാർ ഉദിച്ചതുപോലെയുള്ള ഒരു വെളിച്ചം അവിടെ ഉണ്ടാവുകയും അവിടുത്തെ കൊട്ടാരം പതിവിലും കൂടുതൽ വെട്ടിത്തിളങ്ങുകയും ചെയ്തു. എന്നിട്ടോ നമ്മുടെ ആ മൃഗം ഉണ്ടായിരുന്ന സ്ഥാനത്ത് എന്ത് വന്നു, ആ മൃഗത്തിന് പകരം അവിടെ അതിസുന്ദരനായ നല്ല ഭംഗിയുള്ള ഒരു രാജകുമാരൻ ഉണ്ടായി. ആ രാജകുമാരൻ, എൻ്റെ കൈകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ശാപം എല്ലാം പഴയതുപോലെ ആയല്ലോ. അവൻ പറയുകയാണ്, നീ അറിയോ,
എനിക്ക് പണ്ട് കിട്ടിയൊരു ശാപമായിരുന്നു ആ മൃഗത്തിൻ്റേത്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് നീ എന്നെ സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഇത് തിരിച്ചു കിട്ടി. ഞാൻ വളരെ സന്തോഷവാനാണ്. അവൾക്കും വളരെ ഹാപ്പിയായി. ആ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണമായിരുന്നു അന്ന് അവിടെ നടന്നിരുന്നത്. അയാളുടെ അച്ഛനെ അവൾ എന്ത് ചെയ്തു, അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളുടെ ഭാവി കാലം അയാൾ നല്ല രീതിയിൽ ആ കൊട്ടാരത്തിൽ അവരോട് നല്ല ഒരു പ്രതിമകളായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കഥ നല്ല രീതിയിൽ അവസാനിച്ചു. ആ രാജ്ഞിയും രാക്ഷസനുള്ള കഥ. താങ്ക് യു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇനി ഇതുപോലുള്ള കഥകൾ വേണേൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കേ.